ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 812 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് 4 അധ്യായം 24 തിരുവചനമാണ്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വയോധികനോട് അപമര്യാദയായി പെരുമാറുവാനായിട്ട് തുടങ്ങി. അവൻ ആ മനുഷ്യനെ നിരന്തരം അപമാനിച്ചു. ഒരു ദിവസം ഈ വയോധികൻ ആ മകനെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, മകനെ, നീ ജീവിതത്തിൽ എന്ത് വിതയ്ക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നീ ഒരു തെങ്ങിൻ തൈ നട്ടിട്ട് അതിൽ നിന്ന് മാമ്പഴം പ്രതീക്ഷിക്കുമോ? ഇത് അവനിൽ ഒരു വലിയ ചിന്തയ്ക്ക് കാരണമായി. അവൻ ഒത്തിരി ചിന്തിച്ചു. അവനിൽ ഒരു വലിയ മാറ്റമുണ്ടായി. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ദാനം ചെയ്യുന്നുവോ അതിനേക്കാൾ അധികമായി അതൊക്കെ നമുക്ക് തിരിച്ചു ലഭിക്കും. ഇതൊരേ സമയം ആത്മീയവും ജീവിതപരവുമായ സത്യമാണ്. നാം നന്മയും കരുണയും സ്നേഹവുമാണ് നൽകുന്നതെങ്കിൽ അതേ അളവിലും ചിലപ്പോൾ അധികമായും നമുക്ക് ലഭിക്കും. നിന്ദയും പരിഹാസവും അധർമ്മവുമാണ് നൽകുന്നതെങ്കിൽ അങ്ങനെ തന്നെ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് ദാനം ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാണോ? നാം മറ്റുള്ളവർ വിധിക്കുന്നവരാണ് എങ്കിൽ നാം അളക്കുന്ന അളവിനാൽ തന്നെ നമുക്കും അളന്നു കിട്ടും. പ്രിയമുള്ളവരെ, നല്ലത് ലഭിക്കുവാൻ നല്ലത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നാം അളക്കുന്ന അളവ് എപ്പോഴും നല്ലതും നന്മയുള്ളതും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, ജീവിതത്തിൽ എപ്പോഴും നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.